ഇറാൻ പാർലമെന്റിലും ചില എന്താ പറയുക ഹോക്കിഷായിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അവര് ചിലതൊക്കെ പറഞ്ഞേക്കും. പക്ഷേ ഇറാൻ അങ്ങനെ ഒഫീഷ്യലായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയല്ല ഇറാന്റെ എന്താ പറയുക ഇറാന്റെ ഡിപ്ലോമാറ്റിക് സ്റ്റൈൽ. കാരണം അതുകൊണ്ട് ഇറാന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, നാശമേ വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ റിപ്പോർട്ടിന് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നമ്മൾ കാര്യമായിട്ട് അത് ചെക്ക്ഔട്ട് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇതൊരു വ്യാജ പ്രചാരണമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇറാനിലെ പാർലമെന്റിലെ ഒരു മെമ്പറോ 2 മെമ്പറോ ഇത് പറഞ്ഞു കാണാം. പക്ഷെ അതുകൊണ്ട് അത് ഇറാന്റെ ഒഫീഷ്യൽ പോളിസിയാണെന്ന് എടുക്കുന്നത് ശരിയായിരിക്കില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ നിലവിലെ ഈ വെടിനിർത്തൽ കരാർ അത് നിലനിൽക്കുകയാണ്. ഈ ഒരു യുദ്ധം അത് പൂർണ്ണമായും അവസാനിക്കാൻ ഇനിയും എന്തൊക്കെയാകും വേണ്ടി വരിക? എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഈ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് പറഞ്ഞു, ചൊവ്വാഴ്ച അദ്ദേഹം പറഞ്ഞു ഇറാനെ ആക്രമിക്കാൻ പോകുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം കോൾ ഓഫ് ചെയ്തു. കാരണം UAE-യിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ഉള്ള നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന്. അതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അത് കോൾ ഓഫ് ചെയ്തു. പക്ഷേ അദ്ദേഹം പെന്റഗനോട് പറഞ്ഞിട്ടുണ്ട് 1 മിനിറ്റ് നോട്ടീസിൽ ചെയ്യണമെങ്കിൽ അവർ തയ്യാറായിരിക്കണമെന്ന്. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ പല നിരീക്ഷകരുടെയും മനസ്സിൽ ട്രംപിനെ ഇറാൻ ചെക്ക്മേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ട്രംപ് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ അറ്റാക്ക് തുടങ്ങിയാൽ അതുകൊണ്ട് യാതൊരു മെച്ചവുമില്ല. തന്നെയുമല്ല, അദ്ദേഹം ഒരു ലോങ് ഡ്യൂറേഷൻ അറ്റാക്ക് നടത്തിയാൽ അതുകൊണ്ട് മെച്ചമുണ്ടാവില്ല. കാരണം ഇറാന് ഒരു 4-5 ആഴ്ച പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ട്. പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇറാൻ GCC രാജ്യങ്ങളിലെ ഓയിൽ ഇൻഡസ്ട്രിക്ക് വളരെ കഠിനമായ നാശം ഉണ്ടാക്കും. അപ്പൊ അത് പേടിച്ചിട്ടാണ് ഈ GCC നേതാക്കൾ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് ചെയ്തതെന്ന്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നോക്കുമ്പോൾ ഇറാന്റെ അടുത്താണ് നല്ല ഫാക്ട്സ്, ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഒരു ചൊടിപ്പിക്കലൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഈ ട്രംപ് വീണ്ടും ഈ വെടിനിർത്തൽ ലംഘിക്കാനുള്ള സാധ്യതയില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? സാധ്യത ഇല്ല ഞാൻ പറയില്ല, പക്ഷെ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററി ഓപ്ഷനും ട്രംപിന്റെ അടുത്തില്ല. കാരണം മിലിറ്ററി ഓപ്ഷൻ അദ്ദേഹം തുടങ്ങുവാണെങ്കിൽ 4-5 ആഴ്ചയിൽ കൂടുതൽ എടുക്കും ഇറാനെ പരിപൂർണമായിട്ട് ബോംബ് ചെയ്ത് തകർക്കാൻ. അത്രയും നാളും ട്രംപിന് നിൽക്കാൻ സാധിക്കില്ല. ട്രംപ് ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞല്ലോ ക്ലോക്ക് ഈസ് ടിക്കിംഗ് ഫോർ ഇറാൻ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പലരോടും പറഞ്ഞു കഴിഞ്ഞു, ENIയോട് പറഞ്ഞു കഴിഞ്ഞു, ക്ലോക്ക് ഈസ് ടിക്കിംഗ് ഫോർ ട്രംപ് ഓൾസോ. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ, പമ്പിലെ വില, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 20,000 ഫ്ലൈറ്റ്സ് യൂറോപ്പില് ക്യാൻസലേഷൻ. അതിൽ കുറെ അമേരിക്കൻ പാസഞ്ചേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ട്രംപ് തൽക്കാലം ഹീസ് ഇൻ എ ട്രബിൾ പൊസിഷൻ. ഒരു അറ്റ്ലാന്റിക് മാഗസീൻ ഉണ്ട്, ഒരു വളരെ നിയോ കൺസർവേറ്റീവ് ആണ്. പക്ഷെ അതില് ഒരാൾ എഴുതിയിരിക്കുന്നു ട്രംപിനെ ചെക്ക്മേറ്റ് ചെയ്തു എന്ന് ഇറാനിൽ വെച്ച്. സംഭവിക്കാൻ പോലെയുണ്ടോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.